നമസ്കാരം. അസമിന്റെ മണ്ണിൽ നിന്ന് നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാരെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന ശക്തമായ പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാച്ചാർ ജില്ലയിലെ നാദൻപൂരിൽ സംഘടിപ്പിച്ച കൂറ്റൻ ജനമുന്നേറ്റ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് വരാനിരിക്കുന്ന 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റ മുക്തമാക്കുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയത്. കോൺഗ്രസ് ഭരണകാലത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട നുഴഞ്ഞുകയറ്റം BJP സർക്കാർ അവസാനിപ്പിക്കുമെന്നും കയ്യേറിയ ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. അസം സുരക്ഷിതമായാൽ മാത്രമേ ഭാരതം സുരക്ഷിതമാകൂ എന്ന ദീർഘവീക്ഷണത്തോടെയാണ് മോദി സർക്കാർ നീങ്ങുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അസമിലെ BJP സർക്കാരിന്റെ നേട്ടങ്ങളെ അക്കമിട്ട് നിരത്തിയായിരുന്നു ഷായുടെ പ്രസംഗം. ആദ്യത്തെ 5 വർഷം നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ തടയാൻ കഴിഞ്ഞുവെങ്കിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ സർക്കാർ നുഴഞ്ഞുകയറ്റക്കാർ കൈവശപ്പെടുത്തിയ വൻതോതിലുള്ള ഭൂമി ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ തുടർച്ചയായി അടുത്ത 5 വർഷത്തിനുള്ളിൽ കോൺഗ്രസ് കാലത്ത് അതിർത്തി കടന്നെത്തിയ സകലരെയും സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനായി 3ാം തവണയും BJPക്ക് ഭരണ തുടർച്ച നൽകണമെന്ന് അദ്ദേഹം അസമിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനൊപ്പം വംശീയവും പ്രാദേശികവുമായ അഖണ്ഡത കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ അതിർത്തി ഗ്രാമങ്ങൾ നേരിടുന്ന അവഗണനയ്ക്ക് അറുതി വരുത്തുന്ന വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം സെക്കൻഡ് പദ്ധതിക്കും അദ്ദേഹം നാദൻപൂരിൽ തുടക്കം കുറിച്ചു. 6839 കോടി രൂപ ചെലവഴിക്കുന്ന ഈ പദ്ധതി കേവലം ഒരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് അതിർത്തി ഗ്രാമങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒന്നാണെന്ന് ഷാ വിശേഷിപ്പിച്ചു. പണ്ടുകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം അതിർത്തി ഗ്രാമങ്ങളെ രാജ്യത്തിന്റെ അവസാന ഗ്രാമങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ ഇവ അവസാന ഗ്രാമങ്ങളല്ല, മറിച്ച് ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളാണ്. സൂര്യരശ്മികൾ ആദ്യം പതിക്കുന്ന വികസനം ആദ്യം എത്തേണ്ട ഈ ഗ്രാമങ്ങളെ രാജ്യത്തെ മികച്ച നഗരങ്ങൾക്ക് തുല്യമായി മാറ്റിയെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അസമിലെ 9 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 26 ബ്ലോക്കുകളിലെ 140 ഗ്രാമങ്ങളാണ് ഈ പദ്ധതിയുടെ പ്രയോജനം നേരിട്ട് ലഭിക്കുന്ന ആദ്യഘട്ട ഗുണഭോക്താക്കൾ. ബരാക് താഴ്വരയിലെ ഓരോ ഗ്രാമത്തിലും ഡിജിറ്റൽ കണക്ടിവിറ്റി, 24 മണിക്കൂർ വൈദ്യുതി, മികച്ച റോഡുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കാനും വെറും അസം മാത്രമല്ല, അരുണാചൽ പ്രദേശ് മുതൽ ലഡാക്ക് വരെയും ഗുജറാത്ത് മുതൽ പശ്ചിമ ബംഗാൾ വരെയുമുള്ള 16 സംസ്ഥാനങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 2000ഓളം ഗ്രാമങ്ങൾ ഈ പദ്ധതിയുടെ തണലിൽ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്. 7000 കോടിയോളം രൂപയുടെ ഈ ബൃഹത് പദ്ധതി വഴി അതിർത്തികളിൽ നിന്നുള്ള ജനങ്ങളുടെ പലായനം തടയാനും സാധിക്കും. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ വെറും പൗരന്മാരല്ല, മറിച്ച് രാജ്യത്തിന്റെ കാവൽക്കാരാണെന്ന് അമിത്ഷാ ഓർമ്മിപ്പിച്ചു. അവർക്ക് മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്നതിലൂടെ രാജ്യം കൂടുതൽ കരുത്താർജിക്കും. സുരക്ഷയും വികസനവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും അതിർത്തി സുരക്ഷിതമായാൽ മാത്രമേ നുഴഞ്ഞുകയറ്റക്കാർക്ക് അകത്തേക്ക് കടക്കാൻ ഭയമുണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. വൈബ്രന്റ് വില്ലേജസ് പദ്ധതിയിലൂടെ ഗ്രാമീണർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി അതിർത്തി പ്രദേശങ്ങളിൽ ജനസാന്ദ്രത നിലനിർത്തുകയും ചെയ്യുന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമാണെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. അസമിനെ വികസനത്തിന്റെ നെറുകയിലെത്തിക്കാനും നുഴഞ്ഞുകയറ്റത്തെ വേരോടെ പിഴുതെറിയാനും BJPയുടെ കരുത്തുറ്റ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്ന വലിയ സന്ദേശവുമായാണ് ഷാ മടങ്ങിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് ടു യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.